2 കോരിന്തോസ് 10 അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം: അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ എന്ന് സ്ലീഹ പറയുന്നത് ആരോടാണ്? ഉത്തരം: കോറിന്തോസുകാരോട്. ആരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമാണ് പൗലോസ്ലീഹയ്ക്കുള്ളത്? ഉത്തരം: പൗലോസ്ലീഹയെയും കൂട്ടരെയും ജഡികന്മാരായി കരുതുന്നവരെ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്ലീഹ. ഞങ്ങൾ ജഡിക പോരാട്ടമല്ല നടത്തുന്നതെന്ന് പൗലോസ്ലീഹ പറയുന്നതിന് കാരണം? ഉത്തരം: സമരായുധങ്ങൾ ജഡികമല്ലാത്തതുകൊണ്ട്. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ ശക്തങ്ങളാണെന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം: പൗലോസ്ലീഹയുടെയും കൂട്ടരുടെയും സമരായുധങ്ങൾ. ഞങ്ങൾ എന്തിനെയെല്ലാം തകർക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും. എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. ആര് ആരോട് പറഞ്ഞു? പൗലോസ്ലീഹ കോറിന്തോസുകാരോട്. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം: നിങ്ങളെ പടുത്തുയർത്താനാണ്. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനല്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളെ നശിപ്പിക്കാനല്ല. എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ എപ്രകാരമുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം: ഈടുറ്റതും ശക്തവും. പൗലോസ്ലീഹയുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം: അശക്തം. പൗലോസ്ലീഹയുടെ ഭാഷണം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം: മനസ്സിലേശാത്തത്. അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അകലെ ആയിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത്. ഞങ്ങൾ എന്ത് കാര്യത്തിന് തുനിയുന്നില്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനും ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനും പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവരെ. ഞങ്ങൾ അതിരുകടന്ന് എന്തു ചെയ്യുകയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ. എന്തു സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം എന്തിനനുസരിച്ച് വികസിക്കും എന്നാണ് പൗലോസ്ലീഹ പ്രത്യാശിക്കുന്നത്? ഉത്തരം: നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്. അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിൽ. എപ്രകാരമുള്ളവനല്ല സ്വീകാര്യൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല. എങ്ങനെയുള്ളവനാണ് സ്വീകാര്യനായിട്ടുള്ളത്? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ.